ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക പാവം. കൊള്ളാലോടാ അവള്. പെട്ടെന്ന് കിട്ടിയല്ലോ. ജ്യൂസ് കൂടെ ഒരുത്തൻ അവളുടെ കസിനാ എപ്പോഴും കൂടെ ഉണ്ടോ? ഇത് കൊള്ളാലോ, ഒരു കുഴപ്പമില്ല. ശരിക്കും ഒരു മാറ്റമൊക്കെ ഉണ്ട്. അതൊരു പൂവാകുമ്പോഴേ അതിന്റെ ചുറ്റും കുറച്ച് പൂമ്പാറ്റകളൊക്കെ ഉണ്ടാവും. അതിന് തെറ്റൊന്നുമില്ലല്ലോ. എന്താന്ന് കുറച്ചെങ്കിലും തേൻ ബാക്കിണ്ടായിരുന്നാ മതിയോ? കുറച്ചുണ്ടാവും. മാപ്പിള എന്റെ വായ കിടക്കുന്ന കേക്കരുത്. കസിനാണ്. കസിൻ വന്നേ. ഒന്നും പറയണ്ട. ഐ നോ. ഹായ് ഹരി. ഹായ് ഇരിക്കേ. അച്ചായോ എന്തോ എല്ലാരും ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ നട്ടം ചുറ്റി തിരിഞ്ഞു വിടം വരെ. ഓ മനസ്സിലായി. മനസ്സിലായില്ലേ? ഇതാരാ? ജ്യൂസ് വരട്ടെ ഹരി? ഏയ് വേണ്ട. എനിക്ക് ജ്യൂസ് വേണം. എനിക്കും പിന്നെ വെയിറ്റർ ഇല്ല ഇവിടെ. ഹലോ, ഇവിടെ സെൽഫ് സർവീസാ. സെൽഫ് സർവീസ് കേട്ടിട്ടില്ലേ? എന്നാ താമ്പോയും ജ്യൂസ് മേടിച്ചിട്ടോ അല്ലേ? മര്യാദക്കിരിക്കാൻ. എന്താണ്? അതെ കസിന, യൂണിയൻകാരനല്ല. അയ്യോ പോട്ടറല്ല. ഐ തോട്ട് അടി വരെ പോട്ടർ. സോറി, ആ ലംബ തലക്കിടുന്ന ഒരേ 4 ലക്ഷ്മി ഇഷ്ടമുള്ള ജ്യൂസ്. വേണ്ട. അല്ല ഇതെന്തിനാ പൈസ കാശെടുത്ത് വീശിയ സാറേ. മോനെ ഒരു 4 ചിക്കു. ഓക്കെ ഇപ്പോഴെങ്കിലും ഇറക്കി. വേണ്ട. ഹരി, ആരത്? എന്റെ കസിനാ മനു. ഓ ഹലോ, ഐ എം പൊമേറോ. ബൊലേറോ. പൊമേറോ. എന്താണ്? പൊമേറോ. ഐ ആം ടാറ്റ സുമോ. ഇതെന്ത് പേരാ? ജീപ്പിന്റെ ഒക്കെ പേര് ഇല്ല, കുഴപ്പമില്ല. ഹായ് സാന്റി. ചാണ്ടിയോ ലച്ചു. ഹായ് മാം. ഹൗ ആർ യു? കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. പരാഗണം തുടങ്ങി. ജ്യൂസ് കുടിച്ചോ? Okay, Lechu. Yeah, we can. Bye. Chance, let's go. എന്തായി എന്താ സാറേ പോയാലാ? അതാരാ ലക്ഷ്മി? ആരാ അത്? കസിൻ. കസിൻ ഒന്ന് വിളിച്ചാ 3 വേണമെങ്കിൽ ഞാനൊരു കസിൻ. അയ്യേ, ഇനിയുണ്ടോ ഈ ജാതി കസിൻസ്? അല്ല ലക്ഷ്മി എന്താ ലീവ് എടുത്തേ? ഓ അതോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയൊരു ഷോപ്പിംഗ്. ആണോ? അല്ല നിങ്ങളോ? ആ ഞങ്ങളും സൈറ്റിൽ നിന്ന് ചാടിയതാ. ഓൺ ഡ്യൂട്ടി. ലക്ഷ്മി ഇല്ലാത്തോണ്ടേ സൈറ്റിലിപ്പോ കമ്പി ഇല്ലാത്ത ഫില്ലർ പോലെ ഷെഫീഖ് സാറിന്റെ അവസ്ഥ. ആർക്കും ഒരു കമ്പി ഐ മീൻ കമ്പനി ഇല്ല, ഉഷാറില്ല. ലക്ഷ്മി ഒരു മിനിറ്റ്. ഇറ്റ്സ് ഓക്കേ. അല്ല എനിക്ക് തന്നോടൊരു കാര്യം പറയാം. പറഞ്ഞോ, എന്താ കാര്യം? ഇവിടെ പേഴ്സണലായിട്ട് വരൂ തരോട്ടോ മാപ്പിള. ഓക്കെ. അയ്യോ ഇനിയിപ്പോ നമ്മള് ഇതും കൂടി എടുത്ത് കുടിച്ചോ. ഇത് കുടിച്ചോ, ജ്യൂസ് കുടിച്ചോ. ഈ ജ്യൂസ് ഒന്നും മേടിച്ചു കൊടുത്തു ഒരു കാര്യം. ഞാനേ മെട്രോയില് ഡ്രാഫ്റ്റ്സ്മാനാ. എന്താ? മെട്രോയില് ഡ്രാഫ്റ്റ്സ്മാൻ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാ. ആണോ? എവിടെ? വിപ്രോ. വിപ്രോയില് മെക്കാനിക്കൽ എഞ്ചിനീയറാ? പുതിയ പോസ്റ്റാണ്. വിപ്രോയിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലല്ലോ. താൻ ഡ്രാഫ്റ്റ്മാൻ അല്ലേ? അതെ. ഏത് 10ാം ക്ലാസ് പാസ്സായവനും ഡ്രാഫ്റ്റ്മാൻ ആവാ. ഓക്കെ, ഈ വരം കുറയൊക്കെ അല്ലേ, വലിയ ആളാവല്ലേ താൻ. മനസ്സിലായല്ലോ. അത് കുടിക്കും, വലിച്ചു കുടിക്കും. എടോ താൻ കുടിക്കും. ഞാൻ കുടിക്കും. ലക്ഷ്മി കുടിച്ചാലേ ഞാൻ കുടിക്കും. ഇളക്കി കുടിക്കും. ലക്ഷ്മി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? താനൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് കാര്യം ഹരി? ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ലേ. താനിങ്ങനെ എക്സൈറ്റഡ് ആവല്ലേ? ഇതെല്ലാം ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളല്ലേ, ടൈം ഉണ്ടല്ലോ.
അതല്ലടോ, ഞാൻ ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അമ്മ പ്രപ്പോസലായിട്ട് മുമ്പോട്ട് പോകാനുള്ള പരിപാടിയില്ല. ഞാൻ നാളെ പോയി പെണ്ണുണ്ട് കഴിഞ്ഞാൽ അത് ഫിക്സ് ആവും. താനൊരു ഓക്കെ പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കായിരുന്നു. ഇതെല്ലാം ഒരു മാറ്റർ ആണോ ഹരി? നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയില്ലേ? അതോ തനിക്ക് പിന്നെ വിശ്വാസം ഇല്ലാന്നുണ്ടോ? അയ്യോ അതല്ല ലച്ചു, ലച്ചുവിന് എനിക്ക് വിശ്വാസമാണ്. താനൊരു വാക്ക് പറയണെങ്കിൽ എനിക്ക് ഈ അപ്പുവാ മൂവി തുടങ്ങാറേ. ഐ എം കമ്മിങ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പിന്നെ കാണാം. ഓക്കെ ബൈ, ടേക്ക് കെയർ. എന്താ പറഞ്ഞേ? ഓഹോ അത് സ്ഥിരം പരിപാടി തന്നെ, പ്രൊപ്പോസൽ. മൂവിയുടെ റിവ്യൂ എങ്ങനെയുണ്ട്? അവളെ കൊണ്ടുപോകുമ്പോ അവള് താന്ന് പോയടാ. അവള് നൈസായിട്ട് പറ്റിച്ചല്ലേ? പാവം ഒരു സാറല്ലേ. ഈ സാധനത്തിന് വേണ്ടിയാണ് ഉള്ള പണിയും കളഞ്ഞ മനുഷ്യ ഇവിടം വരെ വന്ന്. എന്തു പണി? അല്ല ഇയാൾക്കെന്താ പണി? താൻ ചുമ്മാ ഇരിക്കേ. ഓ ദേ ഇത് നടപടിയാവണ കേസല്ല. അമ്മ പറഞ്ഞ പെണ്ണെ നോക്കുന്ന കാര്യം നല്ലത്. ഏയ് സാറ് ഹലോ സാറേ, ഞാൻ ഹരിസാറിന്റെ ഒപ്പമുണ്ട് സാറേ. ആ ഞങ്ങള് കമ്പി നോക്കാൻ വേണ്ടി വന്നാ. ഇല്ല സാറേ കിട്ടില്ല, അത് വേറെ ആമ്പിള്ളേർ കൊണ്ടുപോയി. ഹരിസാർ പറഞ്ഞേ കെട്ടി കമ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ആ ശരി സാർ, ഓക്കെ സാർ. ആ ശരി ഓക്കെ, കുഴപ്പമില്ല. മനുഷ്യനോട് ഊരയ്ക്ക് തീ പിടിച്ചോണ്ടിരിക്കുമ്പോ പോക്കൃതരം പറയാൻ നിൽക്കരുത്. ആരെന്തിനാ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ? അല്ലെങ്കിൽ പുള്ളി ഞാൻ കേൾക്കണം. ഞാൻ പുള്ളി കേൾപ്പിച്ചറ. ഹലോ ഹരികൃഷ്ണന്റെ വീടല്ലേ? അതെ. ആരാ? മാഡം ഞാൻ മാട്രിമോണിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണേ. ആ മോളെ, അവര് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു, അവർക്ക് ഓക്കെയാണ്. ഇനി മാം പറഞ്ഞതുപോലെ നാളെ ഹരി വന്നൊന്ന് കണ്ടാൽ നമുക്കിത് ഉറപ്പിക്കാം. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നാളെ തന്നെ വന്ന് കാണും. ഓക്കെ മാം, എന്നാൽ ഞാൻ അവരോട് കൺഫർമേഷൻ വിളിച്ച് പറയാം. ശരി. ഓക്കെ.